കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള EDയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ആദായനികുതി വകുപ്പും അന്വേഷണം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടുള്ള MG റോഡിലെ BOI ബ്രാഞ്ചിൽ പരിശോധന നടത്തിയ ശേഷം അക്കൗണ്ട് മരവിപ്പിക്കുകയായിരുന്നു. നികുതി അടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടി. ആദായനികുതി റിട്ടേണിൽ ഈ അക്കൗണ്ടിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നില്ലെന്നാണ് ഏജൻസികളുടെ വാദം. 10 കോടിയോളം രൂപ ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതായാണ് അറിയുന്നത്. പലപ്പോഴായി ലക്ഷങ്ങൾ പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ 1 കോടി രൂപ ഒറ്റ ദിവസം പിൻവലിച്ചു. ഈ തുക ചെലവഴിക്കുന്നതിൽ ആദായനികുതി വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി. IT വകുപ്പ് നടപടിയെക്കുറിച്ചും പണം പിൻവലിച്ചതിനെക്കുറിച്ചുമുള്ള ചോദ്യത്തിനും ആദായനികുതി വകുപ്പ് നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മറുപടി ഇങ്ങനെ: ഒരു അസ്വാഭാവികതയില്ല. കൃത്യമായിട്ടുള്ള അക്കൗണ്ട്, അതിൻ്റെ റിട്ടേൺസ്, അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതല്ലേ. അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ പണം പിൻവലിക്കേണ്ട വന്നാൽ പിൻവലിക്കേണ്ടി വരില്ലേ? പാർട്ടി ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കും. പണം നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ട് അല്ലേ, അപ്പോൾ പണം വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. ആവശ്യത്തിന് പണം വിഡ്രോ ചെയ്യണമല്ലോ. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. കരുവന്നൂരിൽ CPMന് രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്ന് ED കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, RBI തുടങ്ങിയ വിഭാഗങ്ങളെ ED അറിയിച്ചിരുന്നു. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് ITയും പരിശോധന തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ED ഓഫീസിലെത്തി MM വർഗീസിനെ IT ചോദ്യം ചെയ്തിരുന്നു. ബെനാമി ഇടപാടുകളിൽ നിന്നുള്ള പണം ഈ അക്കൗണ്ടിലേക്കും CPM മാറ്റിയെന്ന സംശയങ്ങൾ EDക്കുണ്ട്. തിങ്കളാഴ്ച MM വർഗീസിനെയും മുൻ MP PK ബിജുവിനെയും ED വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ്. അക്കൗണ്ടിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ഉറവിടത്തെക്കുറിച്ച് അറിയിക്കാൻ ആദായനികുതി വകുപ്പ് CPMന് നിർദ്ദേശം നൽകിയതായാണ് വിവരം. വരും ദിവസങ്ങളിൽ IT വകുപ്പ് CPM നേതാക്കൾക്കും സമൻസ് നൽകിയേക്കും. റിപ്പോർട്ടർമാരായ ലിഷോയ്ക്കും ശ്യാമിനുമൊപ്പം S ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.